ഇന്ന് നമ്മോടൊപ്പമുള്ളത് കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ്. ക്ലാസിക്കൽ ആർട്ട് ഫോംസായ കുച്ചിപ്പുടി, ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിൽ മികവ് തെളിയിച്ച് നമുക്ക് ടീച്ചറിനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കാം. ടീച്ചർ നമസ്കാരം. നമസ്തേ. ടീച്ചർ, നമ്മൾ ആധികാരികമായ കുറച്ച് കാര്യങ്ങൾ ക്ലാസിക്കൽ ആർട്ട് ഫോംസിനെ പറ്റി ചോദിക്കാനാണ് ഇന്ന് നമ്മൾ ടീച്ചറിനോടൊപ്പം ഇരിക്കുന്നത്. ടീച്ചർ, ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ പ്രത്യേകിച്ചും ഭരതനാട്യമാണ് തുടങ്ങുന്നതെങ്കിൽ അതിലാദ്യം തുടങ്ങുന്നത് അടവ് സ്റ്റെപ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ സ്റ്റെപ്സ് കഴിഞ്ഞാൽ പണ്ടൊക്കെ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് അലാരിപ്പായിരിക്കും അടവ് കഴിഞ്ഞാൽ തുടങ്ങുന്നത്. അടവുകൾ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് അലാരിപ്പായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി, ട്രെൻഡുകളുടെ കാലമാണല്ലോ, നമുക്ക് പലതും മാറി മറിയുന്ന ഒരു കാലം. ഇപ്പോൾ പക്ഷേ കുറച്ച് നാളായി നമ്മൾ കണ്ടുവരുന്നത് ഇതുപോലെ ഐറ്റംസ് ആണ്. ഗണപതി ദേവീസ്തുതി അങ്ങനത്തെ ഐറ്റംസ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. അലാരിപ്പ് ഇപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ പല സ്റ്റേജുകളും നമ്മൾ കാണാറില്ല. അപ്പോൾ അതിനെപ്പറ്റി ടീച്ചറിന് എന്താണ് അഭിപ്രായമുള്ളത്? അത് വന്നിട്ടേ, ഒരു കുട്ടി പഠിക്കാൻ വരുമ്പോൾ, ചെറിയ ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ ഇവിടെ 4 വയസ്സ് മുതൽ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ 4 വയസ്സായ കുട്ടിക്ക് കുറച്ച് സ്റ്റെപ്സൊക്കെ കഴിഞ്ഞാൽ, സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അനവധി സ്റ്റെപ്സുകളുണ്ട്, പല പല പേരുകളിൽ. തട്ടടവ്, നാട്ടടവ്, കുതിത്തമിട്ടടവ്, അങ്ങനെ ഒരു വീശടവ് എന്ന് പറഞ്ഞാൽ കുറേ പേരുകളിൽ കുറേ സ്റ്റെപ്സുകളുണ്ട്. ഇതെല്ലാ സ്റ്റെപ്സുകളും പഠിച്ചിട്ടാണ് ഞങ്ങളെ പോലുള്ള ഒരു ഫീൽഡിൽ ഇറങ്ങിയേക്കണത് വർഷങ്ങളായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ഒരവസ്ഥ, എല്ലാ സ്റ്റെപ്സും പഠിപ്പിച്ചിട്ടാണോ ടീച്ചർമാർ കുട്ടികളെ സ്റ്റേജിൽ കയറ്റണമെന്ന് വെച്ചാൽ അത് വലിയൊരു സംശയം തന്നെയാണ്. ചിലരിപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ചിലർ പറയും അത് അവരുടെ അഭിപ്രായമല്ലേ, ഞങ്ങൾ എല്ലാ സ്റ്റെപ്സും പഠിപ്പിച്ചിട്ടാണ് കുട്ടികളെ കയറ്റുന്നതെന്ന്. അവർ ചെയ്തോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ ഞാൻ ചെയ്യാറില്ല. ഞാൻ എല്ലാ സ്റ്റെപ്സും പഠിപ്പിച്ചിട്ടേ കുട്ടിയെ സ്റ്റേജിൽ കയറ്റുന്നു എന്നെനിക്കില്ല. ഞാൻ അത്യാവശ്യം സ്റ്റെപ്സുകൾ പഠിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സ്റ്റെപ്സും പഠിപ്പിക്കാത്തതെന്ന് ചോദിച്ചാൽ, എല്ലാ സ്റ്റെപ്സും പഠിച്ചിട്ട് പിന്നെ അവിടെ ഞങ്ങളുടെ അലാരിപ്പ് അല്ലെങ്കിൽ ഗണപതി സ്തുതി, അങ്ങനെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. അങ്ങനെ കളിച്ചിട്ട് വരുന്ന കുട്ടികൾ എന്നെ പോലെ ആവാനാ സാധ്യത വരാവൂ, ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു കുട്ടി സാമാന്യം ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഇഷ്ടത്തിന് 1 പ്രാവശ്യം 2 പ്രാവശ്യം സ്റ്റേജിലൊന്ന് കളിക്കണം, അങ്ങനെ മാത്രം ആവശ്യമായിട്ട് വരുന്ന പാരൻസ് ഉണ്ട് കുട്ടികളെയും കൊണ്ട്. അപ്പം നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എന്തിനാണ് പഠിപ്പിക്കുന്നത്? അത്യാവശ്യം ഇപ്പം നാട്ടടവെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അതിൽ അത്യാവശ്യം ഒരു 3-4 എണ്ണം പഠിപ്പിച്ചാൽ മതി. അത്യാവശ്യം 2-3 ഐറ്റം കളിക്കാനുള്ള അതിനകത്തായി. തട്ടടവ് അങ്ങനെ തന്നെ, തൈ തത്തൈ 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 എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തത്തൈ 3 നമ്പർ തത്തൈ, തൈ തത്തൈ, തൈ തത്തൈ, അങ്ങനെ നമ്പർ കയറുക. അപ്പോൾ തത്തൈ എന്ന് പറഞ്ഞാൽ ഈ 3 സ്പീഡായി കഴിഞ്ഞാൽ പിന്നെ തൈ തത്തൈ കളിക്കേണ്ട ആവശ്യം എന്നാ? അതിൻ്റെ ആവശ്യമില്ല. ഈ തത്തൈ നല്ല സ്പീഡിൽ ഒരു കുട്ടിയുടെ കാലിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ തട്ടടവും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആവാൻ, ടീച്ചറിനെ പോലെ ആവാനാണ് ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ആരും പറയാറില്ല. അവരെന്തെങ്കിലുമൊക്കെ കളിക്കണം. കൊണ്ടുവരുമ്പോൾ ഒരു വിവരമില്ലാത്ത ചില പാരൻസ് ഉണ്ട്. അവർ പറയാൻ എന്താ പറയുക, ടീച്ചർ എപ്പോൾ സ്റ്റേജിൽ കയറാൻ പറ്റും എന്നാ ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് സ്റ്റേജിൽ കയറ്റുക? കല എന്ന് പറഞ്ഞാൽ IAS IPS അല്ലെങ്കിൽ ഡോക്ടർ, എൻജിനീയർ എന്ന കുറേ മേഖലകളുണ്ടല്ലോ. അതൊന്നും പോലെയല്ല കല. ഇത് ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ ഒരു നർത്തകിയാവാനോ ഒരു ഗായികയാവാനോ സാധിക്കില്ല. സത്യമല്ലേ? ഇന്നൊരു ഡോക്ടർ ആവണമെങ്കിൽ കാശുണ്ടെങ്കിൽ ഡോക്ടറാവാം, എൻജിനീയർ ആവണമെങ്കിലും കാശുണ്ടെങ്കിൽ ആവാം. അങ്ങനെ ഓരോ മേഖലയിലും കാശുകളുണ്ടെങ്കിൽ ആകാം, ശരിയല്ലേ? ഒരു കലാകാരിയാവാൻ പറ്റില്ല. സാമാന്യം ഒരു സമ്മാനം മേടിക്കാൻ പറ്റും ചിലപ്പോൾ. കോഴ കേസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ പൈസ കൊടുത്ത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ മേടിക്കുന്ന കുറേ പാരൻസും കുട്ടികളും കേരളത്തിലുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കലാകാരിയാവണമെങ്കിൽ സാമാന്യം ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ജന്മം കൊണ്ട് കിട്ടുന്ന ഒരു കല,
പാടുന്നതാണെങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല, നൃത്തത്തിനേക്കാട്ടിലും ഒരു 10 പടി മേലെയാണ് സംഗീതം. ഞാൻ ഇപ്പോൾ ഗംഗ എന്നല്ലേ പേര്, ഗംഗയുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, 10 പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞാലേ 10 പേർക്കും താളം ഉണ്ടാവും, മനസ്സിലായില്ലേ? എന്നാൽ 10 പേരെ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര പേർക്ക് ശ്രുതി ഉണ്ടെന്ന് നോക്കിയാൽ ചിലപ്പോൾ 2 പേർക്ക് ശ്രുതി ഉണ്ടായാൽ ഭാഗ്യം, വളരെ കുറവാണ്. ഗംഗ പാടുമോ? ഇല്ല. അപ്പോൾ പാടുന്ന പക്ഷെ താളമുണ്ട്. താളം എന്ന് പറഞ്ഞാൽ 100 പേർക്ക് ഉള്ളതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. അതാ ഞാൻ പറഞ്ഞത് സംഗീതം 10 പടി മേലെയാന്ന് പറഞ്ഞേ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ആദ്യമായിട്ട് വരുന്ന കുട്ടിയെ സ്റ്റെപ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഐറ്റം പഠിപ്പിക്കുന്ന ഒരു കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആലാരിപ്പ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഒരു തോടയം എന്ന് പറഞ്ഞ് കളിക്കുന്നുണ്ട്, അത് കുറച്ചുകൂടെ സിമ്പിളാണ്. ആലാരിപ്പ് കളിക്കണമെങ്കിൽ ഈ കഴുത്ത് ഇങ്ങനെ ഇളക്കാനായിട്ട് നല്ല സാധിക്കുമെങ്കിൽ ആലാരിപ്പ് കളിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ തൈ തൈ താം കിട്ടത്തക്ക തൈ എന്ന് പറയുന്നില്ലേ? അപ്പോൾ ഈ കഴുത്ത് ഇളക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എടുക്കണത് തോടയോണം. ഈ കുറച്ചുകൂടി ഈ നെക്ക് കറക്റ്റായിട്ട് ഇളക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആലാരിപ്പ് കളിക്കാനോ ഓക്കെ ആവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആലാരിപ്പ് നല്ല ഒരു ഗ്രാൻഡ് ഐറ്റമാണ്, അത് പറയാതിരിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ഇപ്പോൾ കണ്ടുവരുന്നത് എന്തെന്നാ, പിന്നെ ഗണപതി സ്തുതികൾ, ഇഷ്ടംപോലെ ഗണപതി സ്തുതികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ കീർത്തനങ്ങൾ സെറ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട്, വേറെ പാട്ടുകൾ പലരുടെയും. ചിലരൊക്കെ വരി എഴുതുന്നവരുണ്ട് ഇപ്പോൾ കേരളത്തിൽ, ഗണപതിയെക്കുറിച്ചും ഒക്കെ എഴുതുക. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കളിക്കണം. പക്ഷെ അത് നല്ലതാണ്. ആലാരിപ്പ് തന്നെ കളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു സമയത്ത് ആലാരിപ്പ്, ഞങ്ങളുടെയൊക്കെ സിലബസിൽ ആലാരിപ്പാണ് ഫസ്റ്റ് ഐറ്റം കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ. എന്നാൽ തോടയം വെറുതെ ഒരു സബ്ബായിട്ട് ഇങ്ങനെ ഒരു തോടയം പഠിച്ചു എന്നേ ഉള്ളൂ. അവിടെ ഗണപതി സ്തുതികളേ ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഉള്ള സത്യമാണത്. കലാമണ്ഡലത്തിൽ ഞങ്ങൾ ഗണപതി സ്തുതികൾ പഠിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫസ്റ്റായിട്ട് വരുന്ന കുട്ടികൾക്ക് സ്റ്റെപ്സ് കഴിഞ്ഞാൽ ആലാരിപ്പ് തുടങ്ങണമെങ്കിൽ വിരോധമില്ല, തോടയം കളിക്കണമെങ്കിൽ കളിക്കാം. അല്ല കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഗണപതി സ്തുതിയൊക്കെ കളിക്കാൻ പറ്റും. തീരെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, മനസ്സിലായില്ലേ?